ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ദിവസം വേറെ 1-ാം തീയതിയാണ്, വൃശ്ചിക 1. മണ്ഡലകാലം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ രാവിലെ തന്നെ രണ്ടുപേരും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നിൽക്കുകയാണ്. അല്ല, ഇപ്പൊ വൈകുന്നേരമായി. രാവിലെ ഇവര് അമ്പലത്തിലൊക്കെ പോയി, ഞാൻ പോയില്ല. ഗൈസ്, അപ്പോൾ അതൊന്നുമല്ല, ഇന്നത്തെ ഏറ്റവും സ്പെഷ്യല് നമ്മുടെ വണ്ടീന്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏതാണ്ട് JCBന്റെ വർക്ക് തുടങ്ങിയിട്ട് ഒരു മാസത്തിൽ കൂടുതലായി അല്ലേ? ഒരു മാസം അടുപ്പിച്ചായിട്ടുണ്ട്. വണ്ടീന്റെ മുമ്പത്തെ ലുക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നല്ലോ. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ സൈഡിൽ എവിടെയെങ്കിലും ഞാൻ ഫോട്ടോ കൊടുക്കാം. ഇതായിരുന്നു വണ്ടീന്റെ ആ ഒരു ലുക്ക്. ഇപ്പോഴത്തെ ലുക്ക് നിങ്ങളൊന്ന് കണ്ടുവെക്കിപ്പോ. ഇന്നലെ ആയിരുന്നു വണ്ടീന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്ന് ഷോറൂമിൽ നിന്ന് എങ്ങനെ ഇറക്കിയോ അതുപോലെ ഇരിക്കുന്നല്ലേ? ശരിക്കും വണ്ടി എങ്ങനെ പിടിച്ചു അതുപോലെ തന്നെ ഉണ്ട്. ഇതേ കിടക്കുന്ന ഗൈസ്, മുതുക്ക് സാധനം. ഭയങ്കര സൈസ് തോന്നുന്നു ഇപ്പോ. ഇതാണ് ഗൈസ് വണ്ടിയുടെ ഇപ്പോഴത്തെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നമ്മളെല്ലാ സംഭവങ്ങളും പിൻ ടു പിൻ കാര്യങ്ങളെല്ലാം റീസ്റ്റോർ ചെയ്ത്, ഈ ബക്കറ്റ് കാര്യങ്ങളെല്ലാം പെയിന്റ് ചെയ്ത്, ഒരു സ്ഥലം പോലും ഇല്ല ഇനി തുരുമ്പുള്ളതോ ഒന്നുമില്ല. ഒരു ഭാഗം പോലും ഇല്ല, തുരുമ്പായിട്ടിരിക്കണ ഒരു ഭാഗം പോലും ഇല്ല. വണ്ടിയിൽ അമ്മമാര് പണിയെടുത്തിട്ടുണ്ട്. അതെ അതെ, കൊണ്ടുപോയി ക്ലിയർ ചെയ്തു, എല്ലാം എഞ്ചിൻ പണിഞ്ഞു. മെയിനായിട്ട് വരുന്നത് ഇത് പെയിന്റിങ്ങിന്റെ വർക്ക് മാത്രമല്ല, മെക്കാനിക്കൽ പണി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നമ്മള് സാധാരണ ഒരു കാറോ ബൈക്കോ കയറ്റി നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോഴല്ല, ഇതിന്റെ ഓരോ സാധനങ്ങൾക്കൊക്കെ അമ്മാതിരി വെയിറ്റാ, എടുത്താ പൊങ്ങത്തില്ല ആ സാധനം. അതൊക്കെ എടുത്ത് പണിയാന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ല പണി അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ഇത് പണിയിക്കാനും പറ്റും. അപ്പം അത്രത്തോളം മെനക്കെട്ട് പണിഞ്ഞൊരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു JCB. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കണ്ടീഷനെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടയറൊക്കെ മാറ്റി ഊരി അവിടെ ഇവിടെ വെച്ചിരുന്ന വണ്ടി. അപ്പം ഈ ഒരു വണ്ടി ഈ ഒരു ലുക്കിൽ കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷം കേട്ടോ. അയ്യോ, അന്ന് ഇളക്കിയിട്ടപ്പോ എന്റെ അച്ഛന് മുഖത്തിന് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ തെളിഞ്ഞ്. അതെ ഗൈസ്, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എവിടെയെങ്കിലും വർക്കോ, നിങ്ങളുടെ വീട്ടിന്റെ വർക്കോ, അല്ലെങ്കിൽ നിങ്ങളെ പ്രോപ്പർട്ടീന്റെ വർക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അച്ഛനെ വിളിക്കാം അല്ലേ? വർക്കിന് നമ്മുടെ സ്ഥലം വന്നിട്ട് വണ്ടിക്ക് ഓടിയെത്താൻ മാക്സിമം എവിടം വരെ ഓടിയെത്താൻ പറ്റും? ഒരു പത്തനംതിട്ട. അയ്യോ, അത് ലോകം പോകാൻ വയ്യ. ട്രിവാൻഡ്രം അത്യാവശ്യം കിളിമാനൂർ വെഞ്ഞാറമൂട്. കിളിമാനൂര് വെഞ്ഞാറമൂട്, കൊല്ലം, അങ്ങനെ പോണ്ട. ഈ ഭാഗത്തൊക്കെയാണോ? പോവാം. എറണാകുളത്ത് നിന്ന് വർക്ക് വന്ന അച്ഛൻ പോവോ? എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇതിന്റെ റിവ്യൂ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്തേക്കുന്ന വർക്ക് വണ്ടീന്റെ എഞ്ചിൻ വർക്കാണ്. എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. എഞ്ചിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വലുവ് കുറവായിരുന്നു, പുക കൂടുതലായിരുന്നു, ഓയിൽ കത്തുമായിരുന്നു, ഓയിൽ ചെലവ് കൂടുതലായിരുന്നു. അങ്ങനെയാണ് പണിയേണ്ട കാര്യങ്ങൾ. അതെ, അങ്ങനെയാണ് പിന്നെ എഞ്ചിന്റെ വർക്ക് എടുത്തത്. പിന്നെ എഞ്ചിന്റെ വർക്ക് ഇപ്പൊ എടുത്തില്ലായിരുന്നെങ്കിൽ ഒത്തിരി നാളെ ഓടിയാനായിരുന്നു. നമ്മള് വലിയ ഡാമേജ് ഒന്നും ആയില്ല. പിന്നെ മാറ്റിയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. അതെ, മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടി അങ്ങനെ പുറത്ത് വേറെ ആരും ഓടിക്കുന്നില്ല, അച്ഛൻ മാത്രമേ ഓടിക്കുന്നുള്ളൂ. സ്വന്തം വണ്ടി ആകുമ്പോഴത്തേനും നമ്മൾ കെയർ ചെയ്ത് ഓടിക്കുമല്ലോ. വേറൊരാക്കടെ വണ്ടി ഓടിക്കുമ്പോ ചിലപ്പോ അങ്ങനെ ആയിരിക്കത്തില്ല. അങ്ങനെ ഓടിക്കുന്നവരും ഉണ്ട്. അച്ഛൻ ഇപ്പൊ ഏത് വണ്ടി കിട്ടിയാലും അങ്ങനെ തന്നെ ഓടിക്കും, നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഓടിക്കും. പക്ഷെ എല്ലാരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. മൊത്തം ഇളക്കിയാണ് നമ്മളൊന്ന് ലേറ്റി പോയി ആറ്റിങ്ങ പോയത്. അതൊക്കെ മാറി. ടയറിന്റെ വർക്ക് ഇതെല്ലാം മാറ്റിയായിരുന്നു, ഇതെല്ലാം പുതുതായിട്ട് മാറ്റി. ഇതിനകത്തൊക്കെ സീല് പോയിട്ടുണ്ടായിരുന്നു ഈ റാമ്പിനകത്ത്. പിന്നെ കുറേ ഈ ഓയിൽ ലീക്ക്, ഹൈഡ്രോളിക് ഓയിൽ ലീക്കായിരുന്നു. ഇതുപോലത്തെ ഈ ഓസുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കുറെ ലീക്കായിരുന്നു, അതെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതെ, പിന്നെ ഈ ഒരു പീസൊക്കെ ഫുള്ള് ഡാമേജ് ആയിരുന്നു. ഇത് മൊത്തം ഇടിച്ച് ഞണങ്ങി മൊത്തം പോയായിരുന്നു. അതെല്ലാം ഡെൻഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെൽഡ് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് പെയിന്റ് ചെയ്ത്. പെയിന്റിന്റെ വർക്ക് നമ്മൾ കമ്പനി പെയിന്റ് അല്ല ചെയ്തേക്കുന്നത്, നമ്മൾ പുറത്തുനിന്ന് പെയിന്റ് മേടിച്ചിട്ട് ചെയ്തതാണ്. അതിലിപ്പം ഇത് കമ്പനി പെയിന്റ് അല്ല എന്ന് കണ്ടാൽ പറയത്തില്ല. കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നത് 18 ലിറ്റർ പെയിന്റ് ആണ് കൊടുക്കുന്നത്. പക്ഷെ നമുക്കൊരു വണ്ടിക്ക് അടിക്കേണ്ടത് 5 ലിറ്റർ മതി. പക്ഷെ അത് നമുക്ക് ഒരു 3-4 വണ്ടിക്ക് അടിക്കാനുള്ള പെയിന്റ് ഉണ്ട്. അത് നമുക്ക് അത്രയും മേടിച്ച നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് പെയിന്റ് മേടിച്ച് വണ്ടിയിൽ അടിച്ചു. ക്യാബിനൊന്നും നമ്മൾ മാറിയിട്ടില്ല.
പഴയ ക്യാബിൻ തന്നെ പെയിന്റ് ചെയ്തെടുത്തു. നമ്മൾ പുതിയൊരു ക്യാബിൻ മേടിച്ചായിരുന്നു, പക്ഷെ അതിന്റെ ക്വാളിറ്റി കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മളത് റിട്ടേൺ ചെയ്തിട്ട് പഴയത് തന്നെ പെയിന്റ് ചെയ്ത്. പിന്നെ നമ്മൾ ടയേഴ്സ് ഒന്നും മാറിയിട്ടില്ല, 2 ടയറും പഴയ ടയർ തന്നെയാണ് കിടക്കുന്നത്. പഴയ ടയറല്ല, ഇത് ഇടയ്ക്ക് മാറിയതായിരുന്നു. എനിക്കൊന്ന് വണ്ടി നമ്മൾ എടുത്തിട്ട് 2 ടയർ, രണ്ടാമത്തെ ടയറല്ലേ ഇത്? രണ്ടാമത്തെ ടയർ കട്ട് ചെയ്തു. പിന്നെ എടുത്ത ടയറാണ് ഇത്. ഈ ടയറിനൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ. ഒരു ടയറിന് 38 രൂപ, 38,000 രൂപയും ഈ ഒരു ടയറിന്റെ വില. ഈ ഒരു ഇതൊക്കെ കമ്പനി സ്റ്റിക്കർ തന്നെയാണ്. അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് പെയിന്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി. ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇതിലൊക്കെ ഒത്തിരി പണികളുണ്ട് കേട്ടോ. മെയിനായിട്ട് പറയേണ്ടത് ഈ ഒരു സംഭവം, ഇതൊക്കെ ഈ ഒരു റാമ്പൊക്കെ ജോയിന്റ് ആവുന്ന സംഭവം. ഇതിന്റെ അകത്തൂടെ ഈ കനത്തിനും വണ്ണത്തിനും മെറ്റലൊക്കെ പോകുന്നുണ്ട്. ഈ പീസുകളെല്ലാം മാറിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കാണുമ്പോഴത്തേന് ഇത് ചിലപ്പോ ഇങ്ങനെ പെയിന്റ് അടിച്ചാൽ മതി എന്ന് തോന്നും, പക്ഷെ ഇതല്ല. ഇതിനകത്ത് കുറെ പണികളുണ്ട്. ഇപ്രാവശ്യം എന്റെ പേര് തലയിരിഞ്ഞ നോക്കപ്പുറം പോയി. എന്റെ പേര് ഇപ്രാവശ്യം കറക്റ്റായി. എന്ത് പറ്റിയാന്തോ, ഞാൻ ഏതാണ്ട് 15 വർഷമായിട്ട് ഞാൻ തലയിരിഞ്ഞിരിക്കുന്നു ഇവിടെ. ഇപ്പൊ എന്തായാലും അത് നേരെ ഒട്ടിച്ചു, സന്തോഷം. വണ്ടിന്റെ പേര് അച്ചാച്ചന്റെ പേരാ, ബാല എർത്ത് മൂവേഴ്സ്. അത് ഫ്രണ്ടില് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്താ ഇത്? കരിമണിയാ, കരിമ്പട്ട്. ഇത് മറ്റേ കണ്ണ് വിടാണ്ടിരിക്കാനുള്ള സംഭവം. 1-ാം തീയതി ആയതുകൊണ്ട് അച്ഛൻ രാവിലെ പോയി അമ്പലത്തിലൊക്കെ പോയി മാലയൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടു 2 കണ്ണ് വിടാണ്ടിരിക്കാൻ. ശരിക്കും കൈസ് ഇത് പുതിയ വണ്ടികളൊക്കെ തന്നെ ആയി കേട്ടാ. ഇത് മറ്റേ ഇത് നോർത്ത് സൗത്ത് ഈസ്റ്റ് ദിക്കറിയാനാണ് ഈ പണി ചെയ്യുമ്പോ, വെയിലൊക്കെ വരുന്നറിയാനാ. വണ്ടി എന്തായാലും ഭയങ്കര ലുക്ക് കേട്ടാ. എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പി. അകത്തോട്ട് കയറാൻ കൈസ്. ഇതെന്തിനാ പച്ചപ്പോ? മൊത്തം പച്ചപ്പ് ഹരിത പോണല്ലേ ചാ. അമ്മയും ബാമ കേറ്. ചെരുപ്പ് വരാ. കേറിയാ പൊക്കമുണ്ടല്ലേ. ഞാനിതില് അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ഗൈസ് ഇതാണ് വണ്ടിന്റെ പുതിയ ഇന്റീരിയർ. അതുകൊണ്ട് ഫ്ലോറിലൊക്കെ നമ്മൾ പച്ച മറ്റേ പുല്ലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അത് മറ്റേ മാറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് തൽക്കാലത്തേന് ഇതാണ് ഇട്ടേക്കുന്നത്. നമ്മൾ ഈ ഒരു റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തൊരു മെറ്റീരിയൽ ഇത്? അത് നമ്മളെ സീറ്റ് ഫ്ലെക്സിനാന്ന് തോന്നില്ലേ. അകത്തും താണ്ട് ഈ സംഭവം എല്ലാം തുരുമ്പല്ലായിരുന്നു. അതൊക്കെ നമ്മൾ ആ സെയിം സാധനം തന്നെ റീവർക്ക് ചെയ്ത് അതൊക്കെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് പെയിന്റ് ചെയ്ത്. ഇത് വർക്കാണോ വെച്ചാൽ ഇതൊക്കെ? പാട്ടൊക്കെ കേൾക്കും. പിന്നെ അടിപൊളിയാ. പാട്ടൊക്കെ കേൾക്കും. ഫാൻ വെച്ചില്ലേ? ഫാനിന്റെ സംഭവം ഇവിടെ വരാനുണ്ട്, അത് വെച്ചിട്ടില്ല. പിന്നെ ഗ്ലാസ് ഒന്നും മാറിയില്ലല്ലോ. ഇല്ല ഗ്ലാസ് ഒക്കെ. പിന്നെ ഇത് ഓടിക്കാനായിട്ട് അത്ര ഭയങ്കര അങ്ങനെ എളുപ്പമാ എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പം ഭയങ്കര പാടായിട്ട് തോന്നുന്നു. നമുക്ക് എല്ലാ സൈഡും കാണാം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ ഹൈറ്റ് ഇരിക്കണേ, നിങ്ങൾക്ക് എല്ലാം കണ്ടുകൂടെ. ഈ സൈഡ് കാണാൻ പറ്റും, ഈ സൈഡ് കാണാൻ പറ്റും. നമ്മളൊരു രാജാവിനെ കിടക്കുന്ന ആനയുടെ പണ്ടായിരുന്നിട്ട് ഇങ്ങനെ പോകാൻ. ഇത് ആനയാണിത്. ഇത് ഇങ്ങനെ നമുക്ക് രാജാവിനെ പോലെ പോവാം. ഇത് 2 ബ്രേക്കാണ് കേട്ടോ. ഇതിനകത്ത് ക്ലച്ച് ഇല്ല വണ്ടിക്ക്. വണ്ടീന്റെ ക്ലച്ച് വരുന്നത് ഇതാണ്ട, ഇത് ഗിയർ, ഈ ഒരു ബട്ടൺ കണ്ട, ഇതാണ് വണ്ടീന്റെ ക്ലച്ച്. ഇത് കുറെ സംഭവം ഉണ്ട്. പിന്നെ ഇത് ഹാൻഡ് ബ്രേക്ക്, ഇതൊക്കെ വർക്കാവോ? അപ്പൊ ഗൈസ് ഞാനൊന്ന് വണ്ടി ഓടിച്ചു നോക്കട്ടെ. ഓടിക്കട്ടെ ചേ? പിന്നെന്ത് ഓടിക്കട്ടെ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. ഇത് നമ്മള് റോട്ടിലൊന്നല്ല വണ്ടി ഓടിക്കുന്നത്. ഓക്കെ. നേരത്തെ ആണെങ്കിൽ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. സെക്കൻഡ് ആണ് കേട്ടോ. അയ്യോ എന്റെ ജീപ്പ്. നമ്മള് പോവാണേ. ഒരു കൊക്ക് ഇരിക്കുന്ന കൊക്കിനെ ഇടിച്ചിട്ടാലോ. സെറ്റ് കേട്ടാ വണ്ടി. അടിപൊളി അടിപൊളി. ഭയങ്കര രസം കഴിച്ചു ഓടിക്കുക. അടിപൊളി. സീറ്റ് ബെൽറ്റ് ഇല്ലല്ലേ ഇതിന്? സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ട്. ഉണ്ടാ? പിന്നെ ലോറിയൊക്കെ ഓടിക്കുന്ന സെറ്റ്. അയ്യോ പണി ഇപ്പൊ കഴിച്ചേ ഉള്ളേ.
മറി മതി 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 പാക്ക്. വെറുതെ ആണോ വണ്ടി കേടാവുന്ന? വണ്ടീന്റെ വീഡിയോ എടുത്ത് മൊത്തം നനഞ്ഞു കേട്ടോ. നല്ല മഴയായിപ്പോയി. അപ്പൊ ഗൈസ് എന്തായാലും ഭയങ്കര ഹാപ്പി. വണ്ടീന്റെ പണി അങ്ങനെ നമ്മൾ ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഇനി നാളെ തൊട്ട് വർക്കിന് പോവല്ലേ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്, അടിപൊളി ആവട്ടെ. ആയുഷ്മാൻ ഭവ. ഹാപ്പി. അതെ അതെ. ഇനി എന്താണ് അടുത്ത മോഡിഫിക്കേഷൻ എന്തൊക്കെയാണ്? അതാണ് നോക്കുന്നതല്ലേ. ഇവന്റെ വക ഇനി കുറെ കലാപരിപാടികളുണ്ട് അകത്തൊക്കെ. ഇനി ഏകദേശം നമുക്കൊരു കോസ്റ്റ് കൂടെ പറയണ്ടേ? എത്ര രൂപയായി ഏകദേശം? 3.4 ലക്ഷം. 3.4 ലക്ഷം രൂപയായി മൊത്തം ഇത്രയും ചെയ്തെടുത്തതില്. എനിക്കൊന്ന് എഞ്ചിന്റെ വർക്ക് മാത്രമായിട്ട് ഒരു 65,000 അടുപ്പിച്ച് എഞ്ചിന്റെ വർക്ക്, പിന്നെ വെൽഡിങ്, പാച്ച് വർക്ക് സംഭവങ്ങളെല്ലാം കൂടെ ഏകദേശം ഒരു 3 ലക്ഷം രൂപേൻ്റെ അടുത്ത് വണ്ടിക്ക് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞല്ലോ, ഇത് നമ്മുടെ പ്രൈവറ്റ് വണ്ടിയാണ്. അപ്പോഴത്തേക്കും നമുക്ക് 15 വർഷത്തിൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം ടാക്സി വണ്ടികളാണെങ്കിൽ വർഷം ടെസ്റ്റ് ചെയ്യണം. ഇനി 5 കൊല്ലം കിട്ടും. അതെ അതെ. ഇനിയിപ്പോൾ 15 വർഷമല്ല, ഇനിയിപ്പോൾ നമുക്ക് 5 കൊല്ലം കൂടുമ്പോഴത്തേന് ഇനി നമുക്ക് വണ്ടി വീണ്ടും ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും അത്രത്തോളം വർക്ക് ഇനി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലേ, ഇനി അത്രയ്ക്ക് വർക്ക് വരാൻ സാധ്യതയില്ല. പിന്നെ ഈ പറയുന്ന കണക്ക് വെൽഡിംഗ് ഒക്കെ എന്തായാലും വരും. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അമ്മ ഹാപ്പി അല്ലേ? അതെ. നമുക്ക് വീട്ടിൽ പോയിട്ട് ഒരു പായസം വെച്ചാലോ? അതെ, എന്തായാലും ഒരു സന്തോഷമല്ലേ, ഇരിക്കട്ടെ. ഏകദേശം അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി അതുമല്ല, നമുക്ക് ഉത്സവമാറായി. അതല്ലേ കുഴപ്പം, ഉത്സവമാറായി. ഇനി എന്റെ പിരിവിന് പോകണം. ഞാൻ ഇനി ബിസിയാ, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. മഴ പനി പിടിക്കും. അപ്പോൾ യാഗേസപ്പം എന്തായാലും അത്രേ ഉള്ള ഈ ഒരു വീഡിയോ. വണ്ടീന്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. യാഗേസപ്പം എന്തായാലും അത്രേ ഉള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ.